ദുരന്തർ സിനിമ കണ്ടിരുന്നു. പേര് പോലെ തന്നെ ദുരന്തമല്ല. ഈ വർഷം അവസാനിക്കാൻ ഏകദേശം കുറച്ച് ദിവസങ്ങളൂടെ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ ഈ വർഷം കണ്ട ഏറ്റവും ടോപ്പ് ക്വാളിറ്റി, ടോപ്പ് 1 തന്നെ കൊടുക്കാൻ പറ്റിയൊരു പടമാണ് ദുരന്തർ എന്ന് പറയുന്നത്. അപ്പം അവതാർ ഇറങ്ങിയിട്ടുണ്ട്. അവതാർ വിഷ്വൽ ക്വാളിറ്റിയിലെ അവതാറിനെ വെല്ലാൻ ഒരു പടം തന്നെയില്ല. പക്ഷേ റിവ്യൂസൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു പഴകിച്ച വീണ്ടും ഫസ്റ്റ് സെക്കൻഡിൻ്റെ ഒരു മിക്സ് ആണെന്നാണ്. ഫസ്റ്റ് ഏത് ലെവലിലുള്ള സിനിമയാണ് നമുക്കെല്ലാവർക്കും അറിയാം. സെക്കൻഡ് അണ്ടർ വാട്ടർ പരിപാടികളൊക്കെ കാണിച്ച് അതും വെറൈറ്റിയാണ്. പക്ഷേ അത് രണ്ടും കൂടെയുള്ള ഒരു മിക്സൊക്കെയാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവതാർ എന്തായാലും നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടത്തില്ല. അതിനുള്ള മുതൽ എന്തായാലും നിങ്ങൾ ആ ഒരു 3D ഗ്ലാസ് വെച്ച് തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ലോകത്ത് തന്നെയായിരിക്കും. പക്ഷേ ഇതാണെങ്കിൽ സ്റ്റോറി വൈസ് ആയിക്കോട്ടെ, മേക്കിംഗ് ആയിക്കോട്ടെ, VFX, സ്റ്റോറി, ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി, നിങ്ങൾ 3.5 മണിക്കൂറാണ് പടം. ഏകദേശം ഇന്നത്തെ ഈ ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള കാലത്ത് 2 മണിക്കൂർ തന്നെ ഒരു പടം കാണുന്ന മിക്ക പടങ്ങളും ചില സമയത്ത് നമുക്ക് അരോചകമായിട്ട് തോന്നുമ്പോൾ 3.5 മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയത്തില്ല. ഞാൻ ഏകദേശം 1:30 പടം കാണാൻ കയറി. 5 മണിയായി പടം കഴിഞ്ഞപ്പം. അപ്പോൾ അത്രയും സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന വേസ്റ്റായിട്ട് പോകത്തില്ല, ഞാൻ ഗ്യാരണ്ടിയാണ്. ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ തന്നെ 3.5 മണിക്കൂർ ഒരാളെ ബോറടിപ്പിച്ചിരുത്താതെ എടുത്ത ഒരു പടം ഇതായിരിക്കും. പക്ഷേ ദുഃഖകരമായ ഒരു കാര്യം പറയട്ടെ, ഈ സിനിമയ്ക്ക് ഇവിടെ സ്ക്രീൻസ് കുറവാണ്. ഞാൻ കണ്ടത് പത്തനംതിട്ട ട്രിനിറ്റി മൂവി മാക്സിൽ നിന്നാണ്. പിന്നെ ഉള്ളത് കോട്ടയത്താണ്. സാധാരണ ഞാൻ പടം കാണാൻ പോകുന്നത് കറുകച്ചാൽ, അല്ലെ തിരുവല്ല, ചങ്ങനാശ്ശേരി. ഇവിടെ ഒന്നും ഈ പടമില്ല. എനിക്ക് തോന്നുന്നു മുസ്ലിം ഹിന്ദു കോൺഫ്ലിക്റ്റ് ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തായിരിക്കും. ഇപ്പോൾ UAE ഈ പടമില്ല. മുസ്ലിംസിനെതിരായിട്ടൊന്നും പറയുന്നില്ല. ടെററിസം കാണിക്കും, ഓഫ് കോഴ്സ് മുസ്ലിംസിനെ ചെറുതായിട്ടൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പടം ഇവിടെ അധികം റിലീസ് ഇല്ലാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിരുന്നാൽ പോലും നോർത്തിലൊക്കെ ഭയങ്കര ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1000 കോടിയോട് അടുക്കാറായി. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആദിത്യദാറാണ്. ഉറി എന്ന് പറയുന്ന ഒരു പട്ടാള സിനിമകൾക്ക് ഒരു ബെഞ്ച് മാർക്കാണ്. ഉറി കണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും വിഷ്വൽ ക്വാളിറ്റി ആണെങ്കിലും. അപ്പം പുള്ളിയുടെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി ഈ പടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അഭിനയിച്ചിരിക്കുന്ന രൺവീർ, അക്ഷയ് ഖന്ന തുടങ്ങിയ താരങ്ങളാണ്. അക്ഷയ് ഖന്നയുടെ ഈ ഒരു റീല് നിങ്ങൾ അറിയാതെങ്കിലും സ്ക്രോൾ ചെയ്യുമ്പം ഇൻസ്റ്റേ കണ്ടിട്ടുണ്ടാവും. ഇതൊന്നും അല്ല, ഇതിനൊക്കെ ഒരുപാട് പരിപാടികൾ പുള്ളി അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ രൺവീറിനെ പറ്റി, പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഓറയും നമുക്കറിയാം. റിയൽ ലൈഫിൽ തന്നെ അദ്ദേഹം ഒരു എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പം സ്ക്രീനിലാണെങ്കിലും ആക്ടിങ് വൈസ് ആയിക്കോട്ടെ എല്ലാം കിടുവാണ്. എനിക്ക് തോന്നിയിട്ടുള്ള നായകനെക്കാട്ടി കുറച്ച് ഓറ മുന്നിൽ നിൽക്കുന്ന വില്ലനാണ്. ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്കൻഡ് നമ്മൾ നമ്മുടെ രാജ്യത്തെ പറ്റി, അല്ലെങ്കിൽ ഇതുപോലെ തീവ്രവാദികൾക്ക് ഇടയിൽ ജോലി ചെയ്യുന്ന സ്പൈകളെ പറ്റി, നമ്മുടെ ആർമിയെ പറ്റിയൊക്കെ ഒരു നിമിഷം നമ്മൾ ആലോചിച്ചു. നമ്മളിവിടെ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഉറങ്ങാതെ ഉണർന്നിരിക്കുന്ന പട്ടാളക്കാരോടുള്ള നമുക്കിങ്ങനെയൊക്കെയാണ് അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ തിയേറ്ററിൽ എവിടെയെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണേണ്ട ഒരു പടമാണ്. നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ, അതിലുപരിയായിട്ട് രാജ്യസ്നേഹിയാണെങ്കിൽ എന്തായാലും ഈ വർഷത്തെ ടോപ്പ് ക്വാളിറ്റി ഒരു പടം തന്നെയാണ് ദുരന്തർ. സോ പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. സോ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.